ഖുർആൻ ക്ലാസുകൾ വെച്ച് നോക്കി, പ്രഭാഷണ പരമ്പരകൾ വെച്ചു നോക്കി, സംവാദങ്ങൾ വെച്ചു നോക്കി, കോളേജുകളിലും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ ചെന്ന് മതം പഠിപ്പിച്ചു നോക്കി. യൂട്യൂബിലെ, ഫേസ്ബുക്കിലെ, ഇൻസ്റ്റയിലെ, അങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒക്കെ മതം പഠിപ്പിച്ചു നോക്കി. മതം വളരുന്നില്ല, രക്ഷയില്ല. ആർക്കും മതം വേണ്ട എന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. ഇനി എന്താ അടുത്ത പദ്ധതി? പബ്ലിക്കിൽ ഇറങ്ങുക മൈക്കുമായിട്ട്. ഇന്ന് ആളുകൾക്ക് നല്ല തലയ്ക്ക് ബോധമുണ്ടല്ലോ, ബോധമുള്ളവരുണ്ട്, എല്ലാവർക്കും ഉണ്ടെന്നല്ല. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം മത പുരോഹിതന്മാർ ഇസ്ലാമിനെ കച്ചവട ചരക്കാക്കി അങ്ങാടിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അങ്ങാടിയിൽ ഇന്ന് മതമെടുത്ത് വിപണനം നടത്തുമ്പോൾ, ഇത് മീനും മരിച്ചിനിയും ഒന്നുമല്ല എടുത്ത് വിൽക്കാനും വാങ്ങിക്കാനും ഒന്നും ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇന്ന് ബാസിലിന്റെ കൂടെയുള്ള ഉസ്താദും കൂടി മൈക്കുമായിട്ട് ദൈവത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി പബ്ലിക്കിൽ ഇറങ്ങിയിരിക്കുന്നു. ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തോട്ടെ. ഇവരുടെ ഒരു തരം ഗതികേടാണ് കേട്ടോ. എന്തൊക്കെ ചെയ്തിട്ടും എങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നില്ല. അപ്പോ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ബാസിലും ടീമും പബ്ലിക്കിലേക്ക് ഇറങ്ങി പോകുന്നത് ഇസ്ലാമിനെ പരിചയപ്പെടുത്താനാണ്. അല്ലാഹു എന്ന് പോലും പറയാൻ സാധിക്കാതെ ദൈവം എന്ന പദമാണ് അവരവിടെ പ്രയോഗിക്കുന്നത്. എത്രമാത്രം മറ്റുള്ളവരുടെ പ്രതികരണങ്ങളെ ഇവര് ഭയക്കുന്നു എന്ന് നോക്കിക്കോളൂ. ദൈവം പറഞ്ഞു തെറ്റിച്ച വേറെ ഇന്റർപ്രിട്ടേഷൻ ഉള്ള തെറ്റായിട്ടുള്ള ശരിയായി അവതരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ റിയൽ ശരിയിലേക്ക് ശരിക്കും നമ്മൾ അന്വേഷിക്കുന്ന റെസ്പോൺസിബിലിറ്റി അല്ലേ. കാരണം ഇത്രയും ബ്ലെസ്സിങ്സ് ദൈവം നൽകിയിട്ട് ഫൈനലി ദൈവത്തെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ദൈവം ചോദിക്കൂലേ, ഇത്രയും ബ്ലെസ്സിങ്സ് നൽകിയിട്ടുണ്ട്, എന്നിട്ടും നീ എന്റെ ഒരു ശരി ഉണ്ടെന്ന് നിനക്ക് ലോജിക്കലി മനസ്സിലായി, ഒറ്റ ശരിയാണെന്ന് മനസ്സിലായി, നിങ്ങളുടെ ആ ശരിയെ നീ അന്വേഷിച്ചിട്ടില്ലല്ലോ എന്ന് ദൈവം ചോദിക്കാൻ ചാൻസ് അല്ലേ. ദാറ്റ് മീൻസ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ നമ്മൾ അന്വേഷിക്കലും ആ ഒരു ശരിയെ കണ്ടെത്തലും. ദൈവം പറഞ്ഞു തെറ്റിച്ച വേറെ ഇന്റർപ്രിട്ടേഷൻ ഉള്ള മറുപടി ഒന്നും കൊടുക്കരുത് കേട്ടോ. കാരണം മറുപടി നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഈ എടുത്ത എഫേർട്ടിന് റിസൾട്ട് ഇല്ലാതാകും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ മറുപടി പോസ്റ്റ് ചെയ്യരുത് കേട്ടോ. അതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഖുർആൻ വചനവും കൂടി തരാം. അതായത് ഖുർആനിലെ തൂർ എന്ന് പറയുന്ന അധ്യായം, തൂർ പർവ്വതം, അധ്യായം 52 30ാമത്തെ വചനത്തില് അള്ളാഹു പറയാണ്, വമാ തശഊന, ആരും നിങ്ങൾ ആരും ഉദ്ദേശിക്കുകയില്ല, ഇല്ലാ അയ്യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങളൊന്നും ഉദ്ദേശിക്കുകയില്ല. നമുക്കൊരു സന്മാർഗം കിട്ടി, അതിന്റെ ഇന്റർപ്രിട്ടേഷൻസിൽ എന്തൊക്കെയോ തകരാറുണ്ടെന്ന് നമുക്ക് മനസ്സിലായാൽ ശരിയായത് നമ്മൾ അന്വേഷിച്ചു പോകണ്ടേ? അള്ളാഹു അതല്ലെങ്കിൽ ദൈവം ഇത്രയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ട് എന്നതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച് തീരുമാനിച്ചതല്ലേ നരകം? അള്ളാഹു ഉദ്ദേശിച്ച് തീരുമാനിച്ച് നിർമ്മിച്ചതല്ലേ സ്വർഗം? ഈ സ്വർഗത്തിലേക്ക് പോകുന്നതാരാ? നരകത്തിലേക്ക് പോകുന്നതാരാ? അല്ലെ, മനുഷ്യനും കല്ലുകളും അഗ്നിയാക്കപ്പെടുന്ന, ഇന്ധനമാക്കപ്പെടുന്ന കാഫിറുകളും മനുഷ്യർ, കാഫിറുകളായിട്ടുള്ള മനുഷ്യർ, യുദ്ധത്തിലിൽ കാഫിരീൻ, കാഫിറുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന നരകത്തിൽ എരിയുന്നത് മനുഷ്യനും കല്ലുകളുമാണ് എന്ന് ഖുർആൻ. അപ്പോൾ കുറച്ചാളുകൾ, ഇപ്പൊ ഞാൻ ഇസ്ലാമിൽ നിന്നും പുറത്തു വന്ന് ഇസ്ലാം മത വിമർശകയായി ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടും ഇസ്ലാം എന്താണ് എന്ന്, ഇതിലെ ഗോത്രീയതയെക്കുറിച്ചും ഈ വൈറസിനെ കുറിച്ച് ആളുകളോട് പറഞ്ഞും പഠിപ്പിച്ചും ചർച്ച ചെയ്തും മുന്നോട്ട് പോകണം എന്നത് അള്ളാഹുവിന്റെ തീരുമാനമല്ലേ? ആ തീരുമാനത്തെ തിരുത്താൻ ബാസിലും ടീമും ഇറങ്ങി തിരിച്ചിരിക്കുക. വല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അൻദർതഹും ലൻ തുൻദിറുഹും ലാ യുഅ്മിനൂൻ, നിങ്ങൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും നൽകിയില്ലെങ്കിലും അവർ വിശ്വസിക്കില്ല. കാരണം എന്താ? അല്ലാഹു പറയുവാണ്, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ വലഹും അദാബുൻ അലീം. അല്ലാഹു പറയുന്നത്
ഒരു വിഭാഗം ആളുകളുടെ ഹൃദയത്തിൽ ഞാൻ സീലടിച്ചു വെച്ചിട്ടുണ്ട്, അത് തുറക്കില്ല. കണ്ണുകളിലും കാതുകളിലും ആവരണമുണ്ട്, അത് തുറക്കില്ല, കേൾക്കില്ല, കാണില്ല, ചിന്തിക്കില്ല. അവർക്ക് ഞാൻ വേദനാജനകമായ ശിക്ഷയും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ആ അള്ളാഹു വേദനാജനകമായ ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സമുദായത്തെ നന്നാക്കാൻ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് പറ്റുമോ? പ്രവാചകന് പോലും പറ്റില്ല. പ്രവാചകരെ, താങ്കൾ എത്ര ആഗ്രഹിച്ചാലും ശരി, ഞാൻ വഴികേടിലാക്കുന്നവരെ സന്മാർഗത്തിലാക്കാനോ ഞാൻ സന്മാർഗത്തിലാക്കുന്നവരെ വഴികേടിലാക്കാനോ നിനക്ക് സാധിക്കില്ല എന്നാ ഖുർആൻ പറഞ്ഞത്. അപ്പോ 52-ാം അധ്യായം 30-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നതും 76-ാം അധ്യായം ഇൻസാൻ മനുഷ്യൻ അതിലെ 30-ാമത്തെ വചനത്തിൽ പറയുന്നതും ഒരേ വചനം തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആളുകളെ സന്മാർഗത്തിലാക്കാൻ നിനക്ക് പറ്റും. ഞാൻ ഉദ്ദേശിച്ചാലല്ലാതെ നിനക്ക് ഉദ്ദേശിക്കാൻ പറ്റില്ല. ഞാൻ മതം വിടണം എന്നത് എന്നേക്കാൾ ആദ്യമേ ഉദ്ദേശിച്ചത് പഠിച്ചോണം. നിങ്ങൾ മതത്തിനകത്ത് നിൽക്കണം എന്നത് നിങ്ങളെക്കാൾ നേരത്തെ ഉദ്ദേശിച്ചത് പഠിച്ചോണം. എന്നാലേ ഇത് നടക്കത്തുള്ളൂ. അപ്പോ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. മറ്റൊരു വചനമുണ്ട്, നെഹില് 16-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം. വഅലല്ലാഹി ഖസ്ദുസ് സബീൽ, അള്ളാഹുവിന്റെ ബാധ്യതയാണ് സന്മാർഗം തരിക എന്നത്. വമിൻഹാ ജാഇറുൻ, അതിനകത്ത് ദുർമാർഗവുമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അത് പഠിച്ചോന് പാടുണ്ടോ? സന്മാർഗം കാണിക്കുന്നതൊക്കെ അത് നമുക്ക് മനസ്സിലാകും. പക്ഷേ അള്ളാഹു ദുർമാർഗം കാണിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ബാസിൽ ടീമിന്റെ ഗതികേടിനെ സംബന്ധിച്ചിട്ട് എല്ലാവരും വാർത്ത ചെയ്യാൻ തുടങ്ങി കേട്ടോ. കച്ചവടമാണ്. ഇപ്പൊ ചന്തയിലാണ് ഇസ്ലാം വിൽക്കുന്നത്. അബ്ദുള്ള ബാസിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ കുപ്രസിദ്ധനായ ഒരു മതപ്രചാരകനാണ്. ഇസ്ലാമിന് വേണ്ടി എന്തും ചെയ്യും, എന്തും പറയും, എന്തും പ്രവർത്തിക്കും. പ്രവൃത്തിയില്ല, പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ സ്വന്തം കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. അടിസ്ഥാനപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന പുള്ളിക്ക് ഏതൊക്കെയോ കോച്ചിങ് സെന്ററുകളുണ്ട്. ആ കോച്ചിങ് സെന്ററുകളിൽ മറകെട്ടി തിരിച്ചാണ് പുള്ളി പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പഠിപ്പിക്കുന്നത്. ഏറ്റവും ഒരു ലളിതമായി പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിലുള്ള പിന്തിരിപ്പൻ ആശയങ്ങളുമായി നടക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയെ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമേ ആ വ്യക്തിയുടെ ശല്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആരിഫ് ഹുസൈനെ പോലുള്ളവരുമായിട്ടുള്ള സംവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയൊരു പ്രതിച്ഛായ നഷ്ടം ഈ വ്യക്തിക്ക് ഉണ്ടാവുകയും നിരവധി ഇസ്ലാമിൽപ്പെട്ട തന്നെ അല്ലെങ്കിൽ ഇസ്ലാം മത പ്രചാരകർ തന്നെ ഇയാൾ വിമർശിച്ചു തുടങ്ങി. കാരണം ഇയാൾ കാട്ടിക്കൂട്ടുന്ന മണ്ടത്തരങ്ങൾ കാരണം നാണക്കേട് ഇസ്ലാമിനാണ് എന്നുള്ള തരത്തിൽ. അപ്പോൾ ആ പ്രതിച്ഛായ ഒന്ന് മിനുക്കുവാൻ വേണ്ടി ഇയാൾ ഒരു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് കാറ്റുകൊള്ളാൻ വന്നിരിക്കുന്നവരുടെ ഇടയിൽ മതപ്രചരണവുമായി ഇറങ്ങി. അവിടെ ചെന്ന് ഏകദൈവമാണ് ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്, ട്രെയിൻ താമസിക്കുന്നത് പോലും ദൈവത്തിന്റെ കളിയാണ് തുടങ്ങിയ മണ്ടത്തരങ്ങൾ വിളമ്പി ഒടുവിൽ ആ വീഡിയോയിൽ തന്നെ പുള്ളിക്ക് ഈ ആധുനിക ജൻസി ഭാഷയിൽ പറയുവാൻ സാധ്യമല്ല, എന്നാലും ഈ തേഞ്ഞൊട്ടുക എന്നുള്ള ഭാഷയിൽ പറയുമല്ലോ, എയർലായി നാണം കെട്ട് ഇസ്ലാമിനെയും നാണം കെട്ടി അയാൾ എന്ത് ആശയത്തെയാണോ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചത് ആ ആശയത്തിന്റെ പൊള്ളത്തരം ഒരു പരിധിക്കപ്പുറം വെളിവാക്കി ആകെ നാണം കെട്ട് നിൽക്കുന്ന ഒരു അവസരത്തിൽ ഇസ്ലാമിക സമൂഹം തന്നെ അയാൾക്കെതിരെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അയാളുടെ പേരിൽ ബഷീർ CV അല്ലെങ്കിൽ അയാളെ പ്രതി ബഷീർ CV എന്ന ഒരു വ്യക്തി എഴുതിയിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് കുറിപ്പ് തന്നെ വളരെ പ്രസക്തമാണ്. അതിന് താഴെ വന്നിട്ടുള്ള കമന്റുകൾ പ്രേക്ഷകരൊന്ന് വായിക്കണം. ഞാൻ അതിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാൻ ശ്രമിക്കാം. പക്ഷെ ആ കുറിപ്പ് ഞാൻ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാം. കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ജിന്നു വിഭാഗം വഹാബി നേതാവ് ബാസിൽ പല്ലുപറിയൊക്കെ നിർത്തി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പറമ്പിലെ സംവാദം ഒരു ചെറു തീപ്പൊരി വീണാൽ കത്തിയെരിയാൻ കാത്തു നിൽക്കുന്ന കാട്ടുപുൽമേടാണ്. ആ ചർച്ചകളിൽ വിരിഞ്ഞു വീഴുന്ന ഓരോ വാക്കും സമുദായങ്ങൾ തമ്മിലുള്ള അതിർത്തികളിൽ പുകഞ്ഞു നിൽക്കുന്ന വിള്ളലുകളെ ആഴത്തിലാക്കാൻ പോകുന്നതാണ്. അടിസ്ഥാനപരമായിട്ട് മറ്റു മതങ്ങളെ അപമാനിക്കുന്ന തരത്തിൽ ഞമ്മന്റെ മതമാണ് വലിയ മതം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണമാണ് ഇയാൾ നടത്തുന്നത്. അത് അങ്ങനെ പാടില്ല എന്നാണ് ബഷീർ CV പറയുന്നത്. ബഷീർ CVയുടെ ഉദ്ദേശശുദ്ധി നമുക്ക് പിന്നീട് പരിശോധിക്കാം. കാരണം നമ്മുടെ മതത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാൻ പാടില്ല, പുറത്തു പറയാൻ പാടില്ല എന്നുള്ളൊരു ആന്തരികാർത്ഥം ഇതിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ വിഷയം ഈ ബാസിലായതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. ഒരു സമൂഹത്തോട് ആദർശങ്ങൾ പറയുന്നത് ഉപദേശമാണ്, എന്നാൽ ഒരു വ്യക്തിയോട് ഏറ്റുമുട്ടുന്നത് യുദ്ധമാണ്. പ്രൊഫഷണൽ വാഗ്വിദ്യ കൊണ്ട് സായുധരായവർ ലളിതഹൃദയരായ സാധാരണക്കാരുടെ മുന്നിൽ വിശ്വാസങ്ങളുടെ കോട്ടകൾ തകർക്കാൻ ഇറങ്ങുമ്പോൾ അത് മതസ്പർദ്ധയുടെ പുകക്കുഴലായി മാറും. ഒരു സമൂഹത്തോട് ആദർശമോ ആശയമോ പ്രത്യയശാസ്ത്രമോ പറയുന്നത് പോലെയല്ല ഒരു വ്യക്തിയോട് തർക്കത്തിൽ ഏർപ്പെടുന്നത്. ഇസ്ലാമിനുള്ളിലെ 1000 പിരിവുകളും അവയുടെ ഉപശാഖകളും തമ്മിലുള്ള ഭിന്നതകൾ പറഞ്ഞു തീർക്കാൻ ഒരു ജന്മം പോരാ. എങ്കിൽ പോലും മറ്റു സമുദായത്തിലെ പെൺകുട്ടികളെ നേരെയാക്കൽ എന്ന പേരിൽ അവരുടെ വിശ്വാസത്തിന്റെ വേരെറുക്കാൻ ശ്രമിക്കുന്നത് എത്ര അസഭ്യമായ ധിക്കാരമാണ്. അത് വളരെ സത്യമായ കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഒരു കാര്യം ഇയാളുടെ വീഡിയോകൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. പെൺകുട്ടികളെ തിരഞ്ഞുപിടിച്ചിട്ടാണ് ഈ ആഭാസൻ കോഴിക്കോട് കടപ്പുറത്ത് വിഹരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോളുക. കോഴിക്കോട് കടപ്പുറത്ത് കാറ്റുകൊള്ളാൻ ഇറങ്ങുന്ന ഒരു ഇത്തരത്തിലുള്ള ആഭാസന്റെ ഒരു പടവും ഇതിനപ്പുറം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കൂ. ആളെ ഒന്ന് ഓർത്ത് വെച്ചു, പടം ഒന്ന് കൊടുക്കാം. മറ്റേത് വിഭാഗങ്ങളെക്കാളും അപകടം പിടിച്ചൊരു വിഭാഗമാണ് വഹാബികൾ. അവരിൽ തന്നെ ഏറ്റവും കഠോരമായ ഗ്രൂപ്പാണ് ജിന്ന് ഗ്രൂപ്പ്.
അവരുടെ തന്നെ മറ്റൊരു വിഭാഗമാണ് ദമാജ് ഗ്രൂപ്പ്. അവരാണ് നിലമ്പൂർ സ്ഥലം എടുത്ത് ആടിനെ വളർത്തി സുന്നത്തെടുത്തിരിക്കുന്നത്. ഈ ഇസ്ലാമിനുള്ളിലെ ജാതി വ്യവസ്ഥയാണ് ഈ പറയുന്നത്. ആയിരക്കണക്കിന് ജാതികളുണ്ട്, അതിൽ ചെറിയ ചില ജാതികളെ പരാമർശിച്ചു എന്ന് മാത്രം. പറയുമ്പോൾ ജാതിയല്ല, ഇതൊരു വ്യവസ്ഥയാണ്, പഠന രീതിയാണ്, ശാഖയാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കും. അടിസ്ഥാനപരമായിട്ട് ജാതി തന്നെ. ഒരാൾ മറ്റൊരാളുടെ വീട്ടിൽ നിന്ന് ആഹാരം പോലും കഴിക്കില്ല. അയിത്തം ഒക്കെ ഇപ്പോഴും വെച്ച് പുലർത്തുന്ന 6-ാം നൂറ്റാണ്ടിൽ തന്നെ ജീവിക്കുന്ന പ്രാകൃതരായ കുറെ മനുഷ്യർ. അത്രയും മനസ്സിലാക്കിയാൽ മതി. ദൈവം പ്രപഞ്ചത്തിന് പുറത്ത് കസേരയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് സാധാരണ നിഷ്കളങ്കരായ മനുഷ്യരെ പറ്റിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. പല രാജ്യങ്ങളിലും ഇത്തരം ചർച്ചകളും സംഭാഷണങ്ങളും നടത്താൻ നിശ്ചയിക്കപ്പെട്ട ചിലയിടങ്ങളുണ്ടാകും. അതുപോലെ അല്ല ഇത്. വഴിയിൽ കാണുന്നവരുടെ നേരെയൊക്കെ കടലാസും പുസ്തകവും ചോദ്യങ്ങളും ഒക്കെയായി ഭേദ്യം ചെയ്യാൻ വരുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ഓരോരുത്തർക്കും പഠിക്കാനും മനസ്സിലാക്കുവാനും സ്വന്തം വഴികളും ഗ്രന്ഥങ്ങളും ഉള്ള ഈ ആധുനിക കാലത്ത് എന്റെ ദൈവമാണ് ശരി എന്ന് വാദിച്ചുറപ്പിക്കുവാൻ നാട്ടിലെ ആളുകളെ തിരക്കി നടക്കുന്നത് വെറും മതഭ്രാന്തിന്റെ അതിർത്തി കടന്ന പ്രവൃത്തി മാത്രമല്ല, സാമുദായിക സൗഹൃദത്തിന്റെ നൂൽപാലങ്ങളെ തകർക്കുന്ന തീവ്രവാദവുമാണ്. തീവ്രവാദമല്ല, ഭീകരവാദമാണ് എന്നാണ് എന്റെ അഭിപ്രായം. തീവ്രവാദം എന്നാണ് ബഷീർ സി പറയുന്നത്. ഈ പണി ചെയ്യുന്നതിന് ഇവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് പണം കിട്ടുന്നുണ്ടാവാം. പക്ഷേ ഇത് അനുഭവിക്കേണ്ടി വരിക അറബി പേരുള്ള എല്ലാവരുമായിരിക്കും. ഈ വക പണികൾ ചെയ്യുന്നതിന് അറബി സലഫികൾ നിങ്ങൾക്ക് തരുന്ന പൈസ ഞങ്ങൾ എങ്ങനെയെങ്കിലും പിരിവിട്ട് തരാം. ഇതുമാതിരി വിവരം കെട്ട പരിപാടികളിൽ നിന്നും മാറി നിൽക്കണം എന്നാണ് ഞങ്ങളുടെ അപേക്ഷ. ഒരു ഭാഗത്ത് ഇതേ ആളുകൾ ഓണത്തിന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഹറാമാണ്, ക്രിസ്മസ് വിഷ് ചെയ്യുന്നത് ഹറാമാണ് തുടങ്ങി അങ്ങേയറ്റം വിഭാഗീയവും വർഗീയവുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും മറുവശത്ത് ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് കേട്ടോ പോസ്റ്റ്. ഫുട്ബോൾ കളിക്കാർക്ക് ഫാൻ ക്ലബ്ബുകൾ ഉള്ള പോലെ ദൈവങ്ങൾക്കും ഫാൻ ക്ലബ്ബുകളുണ്ട്. ഓരോരുത്തരും ഓരോ ദൈവത്തിന്റെയും ജയം പ്രതീക്ഷിക്കുകയാണ്. മതം അഭിപ്രായമാണ്. അത് ഓരോരുത്തരുടെയും മനസ്സിന്റെ സ്വകാര്യ തീരുമാനമാണ്. ഒരാൾക്ക് തന്റെ മതത്തിന്റെ ഗുണങ്ങൾ പങ്കുവെക്കണമെങ്കിൽ അതിന് പൊതുവേദികളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉണ്ട്. എന്നാൽ അങ്ങാടിയിൽ ഇറങ്ങി പെൺകുട്ടികളെ പഞ്ചാര പറഞ്ഞ് വശീകരിക്കാൻ മതത്തെ ആയുധമാക്കുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഉളിപ്പില്ലായ്മയുടെ പരമകാഷ്ഠമാണ്. വിശ്വാസം വിതരണം ചെയ്യേണ്ട സ്ഥലം വിപണിയല്ല, അത് വിരിയേണ്ടത് മനസ്സിന്റെ അകത്തളങ്ങളിലാണ്. വിശ്വസിക്കുന്നവർക്ക് അങ്ങനെയും അല്ലാത്തവർക്ക് അങ്ങനെയും. നിങ്ങൾ ആകാശത്ത് ഉള്ള സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളൂ, അതിനുവേണ്ടി ബാക്കിയുള്ളവരെ ഭൂമിയിലെ നരകത്തിലേക്ക് തള്ളിവിടരുത് എന്ന് മാത്രമേ ഇവരോട് അപേക്ഷിക്കുവാനുള്ളൂ. ഇത്രയുമാണ് കുറിപ്പിന്റെ ഒരു പശ്ചാത്തലം. അത് മുഴുവൻ അഭിപ്രായങ്ങളിൽ ചിലത് ഞാൻ വായിക്കും. ഒരു സലഫി വഹാബി പെൺകുട്ടിയോട് സംഘി പാർക്കിൽ ചെന്ന് ഏകദൈവത്തിന് അണ്ടകടാഹം ഉണ്ടാക്കാൻ കഴിയില്ല, 1000 ദൈവങ്ങൾ മതിയാകാതെ വരുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇവൻ ഇസ്ലാമിന് മോശമുണ്ടാക്കുമെന്ന് ആദ്യമേ തോന്നിയിരുന്നു. ആരിഫ് ഹുസൈൻ ഇത്ര ഫേമസ് ആക്കിയത് തന്നെ ഇവനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ആരിഫ് ഹുസൈനുമായിട്ടുള്ള സംവാദത്തിൽ ഉണ്ടായ പ്രതിച്ഛായ നഷ്ടം, അല്ലെങ്കിൽ ഒരു വാക്തർക്കത്തിലുണ്ടായ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോകൾ ചെയ്ത് ഒടുവിലുണ്ടായ പ്രതിച്ഛായ നഷ്ടം നികത്താനാണ് ഈ ജീവി ഇപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് വിഹരിക്കുന്നത്. ഇവനെന്തോ പ്രശ്നമുണ്ട്, സ്വയം ആളാവുക, സോഷ്യൽ മീഡിയയിലൂടെ പണമുണ്ടാക്കുക എന്നതൊക്കെയാണ് ഇവന്റെ ലക്ഷ്യമെന്ന് തോന്നിയിട്ടുണ്ട്. ഒന്നുകിൽ ഇവന്റെ ലക്ഷ്യം തുടക്കത്തിൽ നിന്ന് അതിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഈ ബാസിലിന്റെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലേ, ചക്കക്കൂട്ടാൻ കണ്ട പിള്ളേരെ പോലെ ആകപ്പാടെ ആർത്തേളമ്പി ഒരു തരം വീക്കില് ഡോക്ടറാണ് അത്ര. പല്ല് പറിക്കാൻ ഇപ്പൊ ആരും വരുന്നില്ലെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും മയക്കം പിടിച്ച് ഒരു ഡോക്ടറുടെ ഗതികേടെന്നല്ലാതെ എന്ത് പറയാനാണ്? പല്ല് പറിക്കാൻ ആരും വരുന്നില്ല. ദന്തൽ ക്ലിനിക്കിലും ഇയാൾ ദൈവത്തായിരിക്കും നടത്തുന്നത്. പഠിച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന്. അയാളുടെ ഒരു തരം വെപ്രാളവും വെകിളിയും ആ റേപ്പ് ചെയ്യുന്ന പെൺകുട്ടിയുടെ വിഷയത്തിൽ ഇവൻ പറഞ്ഞ മറുപടി കേട്ടാലുണ്ടല്ലോ, അയ്യോ, ഒരു ക്ഷമ നശിച്ച് മനുഷ്യൻ പ്രതികരിച്ചു പോകുന്ന രീതിയാണ്. ഒരു ഡോക്ടർ ഈ രൂപത്തിൽ അധപ്പതിക്കാമോ? ഇവൻ ഇനി എപ്പോഴാണെന്നറിയില്ല കേട്ടോ ചെങ്കോട്ട മോഡലിൽ പൊട്ടിത്തെറിക്കൊക്കെ ആഹ്വാനം ചെയ്യുന്നത് എന്നറിയില്ല. നന്ദി.